നിങ്ങളെ വീട്ടിൽ പവർ കട്ട് വരാൻ സമയം. ഇന്നത്തെ പിള്ളേർക്ക് ഒരു പക്ഷേ പവർ കട്ടിനെ കുറിച്ച് അറിയില്ലേ. പണ്ട് ഇലക്ട്രിസിറ്റി എന്ന് മാത്രമേ സുലഭമായിട്ടില്ലാത്ത സമയത്ത് അത് നിയന്ത്രിക്കാനായിട്ട് പവർ കട്ട് ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ വീട്ടിലെല്ലാവരും ഒരു മണ്ണെണ്ണ വിളക്കിന് ചുറ്റും ഒരുമിച്ച് പോകും. നമ്മൾ കുറേ കഥകൾ പറയും, കുറേ തമാശകൾ പറയും, കുറേ ചിരിക്കും. കറണ്ട് വരുമ്പോൾ പിന്നെ എല്ലാവരും പലവരും പല വഴിക്ക് പോകും. നിങ്ങളുടെ കുടുംബം അവസാനമായിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്നതാണ് സംസാരിച്ചത്. മൊബൈൽ ഫോണില്ലാതെ, ടി വി ഇല്ലാതെ, സോഷ്യൽ മീഡിയ ഇല്ലാതെ ഒരു 10 മിനിറ്റ് പോലും വെറുതെ ഇരിക്കാൻ നമുക്ക് കഴിയും. ഇത് പറയുമ്പോൾ നിങ്ങളെ മക്കളെ വരെ നോക്കണ്ട, നിങ്ങളുടെ അവസ്ഥയും ഇത് തന്നെയാണ്. ഇന്നിപ്പോൾ കുടുംബത്തോടൊപ്പം നമ്മൾ ധാരാളം സമയം ചെലവഴിക്കുന്നതായിട്ട് തോന്നും. പക്ഷേ യാഥാർത്ഥ്യം അതല്ല. ഒരു മുറിയിൽ ഇരിക്കുന്നെന്ന് മാത്രമേ. ഓരോരുത്തരും ഓരോ സ്ക്രീനിലാണ്. അച്ഛനൊരു ഫോൺ, അമ്മ മറ്റൊരു ഫോൺ, കുട്ടികളുടെ ടാബിൽ. അങ്ങനെ അടുത്തടുത്തിരിക്കുമ്പോൾ നമ്മൾ പരസ്പരം അകന്നു പോകും. അതുകൊണ്ടാണ് മൊബൈൽ ഫ്രീ ഫാമിലി ടൈം എന്നുള്ള ആശയം ഇപ്പോൾ അത്രയും പ്രാധാന്യം അറിയുന്നത്. കഴിയുമെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു അരമണിക്കൂർ നേരം എല്ലാ ഫോണുകളും മാറ്റിവെച്ച് മറ്റുള്ള എല്ലാ മുറികളിലെയും വിളക്കുകൾ കിടത്തി നിങ്ങളിരിക്കുന്ന ലിവിങ് റൂമിൽ കഴിയുമെങ്കിൽ ഒരു ചെറിയ പ്രകാശം മാത്രം തെളിച്ച് വെച്ച് നിങ്ങളെല്ലാവരും ഒന്ന് ഇരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കളിക്കാം, ഭാഷകൾ പറയാം, നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം. പക്ഷെ ആ സമയം നിങ്ങൾക്ക് ഏറ്റവും പ്രഷ്യസ് ടൈമായിട്ട് ഫീൽ ചെയ്യും. ഒരുപാട് കഥകൾ പുറത്തു വരും. കുട്ടികൾ അവരുടെ ലോകം നിങ്ങളോട് പങ്കുവയ്ക്കും. മാതാപിതാക്കൾക്ക് അവരെ കേൾക്കാനായിട്ട് സമയം ലഭിക്കും. നിങ്ങളെ മക്കൾക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള കഥകൾ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. ഇതൊന്ന് ശീലിച്ച് നോക്കൂ. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും നമുക്ക് ഒരുമിച്ച് ഒന്ന് സൂര്യാസ്തമയം കാണാൻ പോകുന്നു, ഒന്ന് ഒരുമിച്ച് നടക്കാൻ പോകുന്നു, ഒരുമിച്ച് ഇനിയും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണം. ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ സിമ്പിളാണ്, ആർക്കും പറ്റുന്നതാണെന്ന് ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒന്ന് ശ്രമിച്ചു നോക്കുക, അപ്പോൾ അറിയാം. പക്ഷേ മനസ്സുണ്ടെങ്കിൽ നടക്കാത്ത ഒന്നും തന്നെ ഈ ലോകത്തിൽ, ഈ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഓർമ്മകളാണ് ഇതുപോലുള്ള നിമിഷങ്ങളിൽ നിന്നാണ്. കുട്ടികൾ വളർന്ന ശേഷം അവർ ഓർക്കുന്നത് എത്ര സമയം അവർ ഫോണിൽ ചെലവഴിച്ചു എന്ന കാര്യത്തിലല്ല, നിങ്ങൾ അവരോടൊപ്പം എത്ര സമയം ചെലവഴിച്ചു എന്നതായിരിക്കും. അതുകൊണ്ട് ഇന്നൊരു ചെറിയ തീരുമാനമാണ്. ആഴ്ചയിൽ ഒരു ദിവസം അരമണിക്കൂറെങ്കിലും കുടുംബത്തിനായി മാത്രം, ഫോണില്ലാതെ, ഗാഡ്ജറ്റുകളൊന്നുമില്ലാതെ. ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്ക് വൈഫൈ അല്ല, അത് കുടുംബത്തിനുള്ളിലുള്ള ബന്ധമാണ്. ചിലത് ഓഫ് ചെയ്യുമ്പോൾ അത് ശക്തമാകുന്നുണ്ടെങ്കിൽ സ്ക്രീനുകൾ ഓഫായി തന്നെ ഇരിക്കട്ടെ.